Hello dears, welcome back to Thunder Kitchen Recipes. ഇന്നൊരു ഈവനിംഗ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈവനിംഗ് സ്നാക്ക്, ചായയുടെ കൂടെ കഴിക്കാനൊക്കെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇത് നമുക്ക് ഇപ്പോൾ റേഷൻ കടകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കടല കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, വളരെ ഡെലീഷ്യസുമാണ്, സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. എണ്ണ ഒന്നും അധികം വേണ്ട, ഒരു 2-3 സ്പൂൺ എണ്ണ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് കുതിർത്തിയ കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ എടുക്കുന്നതാണ്. ഇതിപ്പോൾ കടലയൊക്കെ ഏകദേശം മുളച്ച് തുടങ്ങിയിട്ട്, നമ്മൾ കറിക്ക് വെള്ളത്തിലിടുമ്പോഴേക്കും അങ്ങനെയാണല്ലോ, പിറ്റേ ദിവസം ആകുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ മുളച്ച് തുടങ്ങും. അതായത് ഇപ്പോൾ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പാകം. അപ്പോൾ നിങ്ങൾ കറിക്ക് ഉണ്ടാക്കുന്ന കുതിർത്തിയ കടലയിൽ നിന്ന് നമുക്ക് സ്നാക്കിനുള്ളത് മാറ്റിയാൽ മതിയാവും. ഇത് മിക്സിയുടെ ജാറിലേക്ക് വെള്ളമില്ലാതെ ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കരകരപ്പായിട്ട് പൊടിച്ചെടുക്കണം, അരഞ്ഞു പോണ്ട. പിന്നെ കടലയുടെ തൊലിക്ക് കുറച്ച് കട്ടി കൂടുതലുള്ളത് കൊണ്ടാണ് കൂടുതൽ നേരം നമ്മളിത് കുതിർത്തിയെടുക്കുന്നത്. അപ്പോൾ കടലയുടെ തൊലിയൊക്കെ നന്നായിട്ട് സോഫ്റ്റാകും. അപ്പോൾ ഞാനത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇരിക്കണം. വെള്ളം ഒട്ട് ഇല്ലാതെയാണ് ഞാനിത് അരച്ചെടുത്തത്. അതായത് വെള്ളം ഇട്ടാൽ ഇത് കുറുക്ക് പോലെ ആയിപ്പോവും. അങ്ങനെ അരയേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ഉതിർന്നാണ് കിടക്കുന്നത്. ഇതുപോലെ ഇരിക്കണം കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് വരുമ്പോഴേക്കും നമുക്കിത് കറക്റ്റായിട്ട് വടയായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ സെയിം ടൈപ്പാണിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാം. ഇതിലേക്ക് ഇനി ഒരു മീഡിയം സവാളയുടെ പകുതി ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ്, അത് ചേർക്കുക. പിന്നെ ഒരു പച്ചമുളകാണ് വട്ടത്തിലരിഞ്ഞത്, അതും ചേർക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർക്കുക. വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, അതും 1 ടീസ്പൂൺ ചേർക്കുക. പിന്നെ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ കുറച്ച് കറിവേപ്പില ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചത് ചേർത്തു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. എരിവുള്ള ഐറ്റംസൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക കേട്ടോ, കൂടുതലോ കുറവോ ചേർക്കാവുന്നതാണ്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കൈകൊണ്ട് കുഴക്കുന്നതാണ് കേട്ടോ നല്ലത്. കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കുഴക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് തിരുമ്മി കുഴക്കുമ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ട് ഈ കടല പൊടിച്ചതിൻ്റെ കൂടെ ചേരും. അപ്പോൾ നമുക്ക് നല്ലൊരു ബാറ്റർ കിട്ടും. നമ്മൾ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ളത്, പക്ഷേ അത്രയും ലൂസല്ല കേട്ടോ, കുറച്ച് കട്ടിയായിരിക്കണം. നന്നായിട്ട് തേച്ച് കുഴക്കുക. നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പോലെ തേച്ച് കുഴച്ചാൽ അത്രയും നല്ലതാണ്. വളരെ കൂടുതൽ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ഇപ്പോൾ ഉണ്ടോ, ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം, ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ ഉതിർന്ന് പോകാത്ത തരത്തിലായിരിക്കണം. എന്നിട്ടിങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മളുടെ കൈവെള്ളയിൽ വെച്ച് നമ്മൾ പരിപ്പുവട ഉണ്ടാക്കുന്നത് പോലെ പരത്തി ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഒരെണ്ണം ഇവിടെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. പരിപ്പുവടയേക്കാളും കുറച്ചുകൂടി ഹെൽത്തിയാണ് കേട്ടോ ഇത്. കാരണം കടലയുടെ സ്കിന്നൊക്കെ ഇതിനകത്ത് ചേർന്നിട്ടുള്ളതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. തൊലിയുള്ളത് നമുക്ക് വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഞാൻ ഒരെണ്ണം വടയുടെ ആകൃതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ പരത്തിയെടുക്കാം.
ഞാനതെല്ലാം പരത്തി ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഞാനൊരു മീഡിയം വലിപ്പത്തിലാണ് കേട്ടോ ഇത് പരത്തി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലുതാക്കി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് വളരെ തിന്നായിട്ട് പരത്തിയെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം എണ്ണയുടെ ആവശ്യമില്ല. നമുക്ക് വളരെ കുറച്ച് എണ്ണ കൊണ്ട് നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം. ചൂടായി കഴിയുമ്പോൾ നമുക്ക് വട നിരത്തി വെച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ വടയും പാനിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഹീറ്റിലാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതെല്ലാം വെച്ച് കൊടുക്കാം. പാനിൽ ഞാനാകെ 5 എണ്ണം വീതമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. 2 ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഈ 1 കപ്പ് കടല കൊണ്ട് 10 ഇതുപോലെയുള്ള വട നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ ആവശ്യത്തിന് വട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1 കപ്പ് കടലയുടെ ആവശ്യമുള്ളൂ. കൂടുതൽ ആവശ്യമുള്ളവർ അതനുസരിച്ച് കടല കൂടുതൽ കുതിർത്തിയിട്ട് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തെടുത്താൽ മതിയാകും. വട 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആകുന്നത് വരെ മറിച്ചും തിരിച്ചുമിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി മറിച്ചിട്ടിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് 2 ടീസ്പൂൺ എണ്ണ കൊണ്ട് തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തത്. ഞാൻ വേറെ എണ്ണ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി പാനിലേക്ക് വെച്ച് കൊടുക്കാം. വടയെല്ലാം നിരത്തി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ ഒത്തിരി ഒന്നും നമുക്കിത് ആവശ്യമില്ല. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എൻ്റെ 10 വടയും ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണയുടെ ആവശ്യം വന്നുള്ളൂ. ഉണ്ടോ, 4 ടീസ്പൂൺ എണ്ണ കൊണ്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തു. എണ്ണയിൽ മുക്കി പൊരിക്കാതെ വളരെ കുറച്ച് എണ്ണ കൊണ്ട് നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. കടല ആയതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ കടല കൊണ്ട് കടലക്കറി മാത്രമല്ല വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള സ്നാക്കും ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ക്രിസ്പിയും ക്രഞ്ചിയുമായിട്ടുള്ള ഒരു കടലവടയാണിത്. ചൂടോടുകൂടി നല്ല ചൂട് ചായയുടെ കൂടെ കഴിച്ചാൽ വളരെ നല്ല ഫീലാണ്. പരിപ്പുവട പോലെ തന്നെയാണിത്. തണുത്ത് കഴിഞ്ഞാൽ പരിപ്പുവട പോലെ തണുത്ത ഒരു ഫീലായിരിക്കും. അപ്പോൾ ഈ കടല സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നല്ല ചൂട് ചായയുടെ കൂടെ ചൂടോടുകൂടി കഴിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.